പത്തനംതിട്ട റാന്നി അടിച്ചുപുഴ വനവാസി ഉന്നതിയിലെ പെന്തക്കോസ് അധിനിവേശം നേരിട്ട് മനസ്സിലാക്കാൻ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഉന്നതിയിൽ സമ്പർക്കം നടത്തുകയാണ്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയാണ് ഉന്നതിയിലെത്തിയത്. വനവാസി ജനവിഭാഗത്തെ കഴിഞ്ഞ ദിവസം പെന്തക്കോസ് പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. വിവരങ്ങളുമായി റാന്നിയിലെ വനവാസി ഉന്നതിയിൽ നിന്ന് ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ആ പ്രദേശത്ത് അത്തരമൊരു പള്ളി പ്രവർത്തിക്കരുതെന്നുള്ള നിർദ്ദേശം സംസ്ഥാന പട്ടികവർഗ കമ്മീഷനടക്കം നൽകിയിട്ടും ആ മേഖലയിലെ ജനങ്ങൾ മുഴുവൻ എതിർത്തിട്ടും ഈ പെന്തക്കോസ് ഗുണ്ടകൾ അവിടെ അഴിഞ്ഞാടാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിന് പലപ്പോഴും പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ ഈ മൗനാനുവാദവും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ VHPയുടെ സമ്പർക്കവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൂഗിൾ. പ്രജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ജൻ TV തന്നെയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. റാന്നി അടിച്ചിപ്പുഴ വനവാസി ഉന്നതിയിൽ വ്യാപകമായിട്ട് ഈ പെന്തക്കോസ്ത് കടന്നുകയറ്റം നടക്കുന്നു. അവരുടെ ഭൂമി കയ്യേറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിയമവിരുദ്ധമായിട്ട് നടക്കുന്നു. ഒപ്പം അവരുടെ വിഭാഗത്തെ വ്യാപകമായിട്ട് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഉള്ള വാർത്ത. അതിനുശേഷം ഈ വനവാസി വിഭാഗക്കാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചു. ആ പ്രതിഷേധത്തിലേക്ക് സംഘടിച്ച് ഈ പെന്തക്കോസ്ത് പ്രവർത്തകർ എത്തുകയും തുടർന്ന് ഈ വനവാസി വിഭാഗക്കാരെ ആക്രമിക്കുകയും ചെയ്തൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഉന്നതിയിൽ സമ്പർക്കത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ആ ഒരു സംഘർഷത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ മാനസിക വിഷമങ്ങളൊക്കെ കൃത്യമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ അവർ നിർദ്ദേശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും വിശ്വ ഹിന്ദു പരിഷത്ത് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് രാജശേഖരൻ ചേട്ടൻ ചെയ്യുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഇവരുടെ ഒരു ഈ കഴിഞ്ഞ ഒരു 43 വർഷമായിട്ട് ഇവർക്ക് കോളനിയിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള ഭൂമി തന്നെ വേണ്ടത്ര വിനിയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ഇവർക്ക് നൽകിയ വീടുകൾ, ഈ സൈഡിൽ തന്നെ നോക്കിയ വീട് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, അത് ഒരെണ്ണത്തിൻ്റെ പോലും പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത നിലയിലാണ് ആ വീടുകൾ. വാസയോഗ്യമല്ലാത്ത വീടുകൾ. കൃഷിയെ സംബന്ധിച്ച് പന്നിയുടെ ശല്യം കാരണം അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ ഇവിടെ ഈ ക്രൈസ്തവ പാതിരിമാരെ മതപരിവർത്തനം നടത്തുന്ന എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ കടന്നു കയറിയിട്ട് പറയുന്നത്, നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പട്ടയം വാങ്ങിച്ചു തരാം, സർക്കാരിൽ നിന്ന് പള്ളി പണിത് തരാം, ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടം വിട്ട് നിങ്ങൾ ടൗണിൽ വാസയോഗ്യമായ സൗകര്യങ്ങൾ ഒരുക്കിത്തരാം. അങ്ങനെ ഏതാണ്ട് 65ഓളം കുടുംബങ്ങൾ ഇവിടെ ഉള്ളതിൽ ഏതാണ്ട് 25ഓളം കുടുംബങ്ങൾ ഇവിടുത്തെ ഭൂമിയുടെ പട്ടയം വാങ്ങിച്ച് കീശയിലാക്കിയും വെച്ച് ഈ മതപരിവർത്തന ലോബിയുടെ പ്രവർത്തന ഫലമായി അവർ നഗരഭാഗങ്ങളിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ള ആളുകളെ എന്നിട്ട് പീഡിപ്പിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച് അവരെ കൂടെ പാട്ടിലാക്കുക എന്നുള്ള ഒരു ശ്രമകരമായ സംഗതിയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഗോത്രവംശജരെ ഇവരനുഭവിക്കുന്ന ദുരന്തം, കേന്ദ്ര സർക്കാർ അനുവദിച്ച കോടിക്കണക്കിന് രൂപയിൽ ഒരു പൈസ പോലും ഈ കേരള സർക്കാർ, ഇടതുപക്ഷ മുന്നണിയും ചെലവഴിച്ചിട്ടില്ല. ഇന്ന് ഇവർ വന്നിട്ട് അവരുടെ കയ്യിൽ ഈ കഴിഞ്ഞ ബജറ്റിൽ പോലും അതിനുവേണ്ടി യാതൊരു വിധമായ സംവിധാനങ്ങളും ഇല്ലാത്ത ഒരവസ്ഥാവിശേഷമാണ്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഈ മതപരിവർത്തന ലോബിയാണ് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാർ ഇവർക്ക് വേണ്ട യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കുകയില്ല. ഇതുങ്ങൾ ഇങ്ങനെ അധസ്ഥിതമായ ഒരവസ്ഥയിൽ തന്നെ. അപ്പോൾ അവർ തന്നെ അവരുടെ ഗോത്ര സംസ്കാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സൊസൈറ്റി രൂപീകരിച്ച് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ഞങ്ങളുടെ മണ്ണിൽ ഇത്തരം ഞങ്ങളുടെ ഗോത്ര സംസ്കാരത്തിന് വിപരീതമായ ആരാധനാലയങ്ങൾ പണിയരുത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സർക്കാരിനെ സമീപിക്കുകയും സർക്കാർ അതിനനുസരണമായിട്ട് അവരെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്. ഈ സർക്കാർ ഉത്തരവുകളൊന്നും ഈ മതപരിവർത്തന ലോബിക്ക് ഇതൊന്നും ബാധകമല്ല. അവർ വളരെ സംഘടിതമായി സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് ഈ ബാക്കി കുടുംബങ്ങളെ കൂടി ഈ മതം മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതിനെ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കുകയില്ല. ഹിന്ദു കുടുംബങ്ങളെ പരിപൂർണമായും പ്രത്യേകിച്ച് മലവേടൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ ഗോത്ര സംസ്കാരത്തെ നിലനിർത്തുവാനും അത് അനന്തര തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സഹകരണവും അവർക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് ഉറപ്പാക്കും. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ കൂടി ചേരുകയാണ്. ചേട്ടാ, ഇത്രയും വിഷയമുണ്ടായി, അവർക്ക് നേരെ ആക്രമണം വരെ ഉണ്ടായിട്ടും ഇവിടുത്തെ ദളിത് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സാംസ്കാരിക നായകരൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു മൗനം പാലിക്കുകയാണ്. തീർച്ചയായിട്ടും ശരിയാണ്. കേരളത്തിന് വെളിയിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു പട്ടി ചത്താൽ പോലും പ്രതികരിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ആൾക്കാർ. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലവേടർ സമുദായം വസിക്കുന്ന ഉന്നതിയാണ് ഈ അടിച്ചിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ സിയോൺ ബ്രദർ അസംബ്ലി എന്ന് പറയുന്ന പെന്തക്കോസ് വിഭാഗം വളരെ കൂടുതൽ കാലമായി, വളരെ കഴിഞ്ഞ കുറേയേറെ കാലമായിട്ട് ഈ റാന്നി മേഖലയിലെ അടിച്ചിപ്പുഴ മേഖലയെ അവരുടെ കോളനിയാക്കി മാറ്റാൻ, അവരുടെ ഉന്നതിയാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളും നിയമ പോരാട്ടവും ഒക്കെ തന്നെ
ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ സാധുക്കളായ ഏകദേശം 60-65 കുടുംബങ്ങളാണ് ഈ അടിച്ചിപ്പുഴയിൽ താമസിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളായിക്കൊള്ളട്ടെ, ഭരണപക്ഷമായിക്കൊള്ളട്ടെ, പ്രതിപക്ഷമായിക്കൊള്ളട്ടെ, യാതൊരുവിധമായ സഹായവും ഇക്കോട്ടേക്ക് ചെയ്തു കൊടുക്കുന്നില്ല. അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല, അവർക്ക് ആരാധന നടത്താൻ സാധിക്കുന്നില്ല. അവരിലേക്ക് പെന്തക്കോസ്ത് വിശ്വാസികളുടെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം ചില പെന്തക്കോസ്ത് സഭകൾ നടത്തുന്നുണ്ട്. ധാരാളം പണം ഒഴുക്കുന്നുണ്ട്. അതിനെ ശക്തമായി നേരിട്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അതിനുവേണ്ടി പിന്തുണ നൽകാനാണ് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ പ്രദേശത്തെ കാര്യകർത്താക്കളെല്ലാം കൂടി ആ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായവും എല്ലാവിധ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും സമ്പർക്കം നടക്കണ്ടേ കേട്ടോ. എന്തായാലും അത് തന്നെയാണ്, അതായത് ഈ വനവാസി വിഭാഗക്കാർ അവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, ഈ പെന്തക്കോസ്ത് അധിനിവേശം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള പരിഹാരം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും, അത് നിയമപരമായിട്ടായാലും മറ്റു ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ള കാര്യകർത്താക്കളും പ്രവർത്തകരും ഈ വനവാസി ഉന്നതിയിലെത്തി അവരെ സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ആ വലിയ ഒരു കലാപശ്രമത്തെ കൃത്യമായിട്ട് ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒപ്പം അവർക്ക് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് അവരോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് വ്യക്തമാക്കി കഴിയുകയും ചെയ്യുകയാണ്. പ്രജിത്ത്. ഓക്കെ, ഗോകുലാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.